ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മധുരം ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഉള്ളിലുള്ളൊരു മധുരം അതുപോലെ പുറത്തുണ്ടാക്കണ ഒരു മധുരം നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി കേട്ടോ. എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് സൂപ്പറാണ്. അപ്പോൾ തന്നെയല്ലേ നമ്മളെ ജീവിതമായാലും ഇപ്പം ഉണ്ടാക്കണ പായസമായാലും മധുരമുള്ളതാവുള്ളൂ. നല്ല തേങ്ങാപ്പാലും അതേപോലെ അണ്ടിപ്പരിപ്പും നല്ല നെയ്യിലൊക്കെ വറുത്ത് കോരി നമ്മളെ പായസത്തിൻ്റെ മോൾക്ക് ഇങ്ങനെ പാരുമ്പോഴല്ലേ നമ്മളെ ജീവിതം മനോഹരമാകുകയാണ് അല്ലേ. അപ്പോൾ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പണ്ടെന്നോ എടുത്ത് വെച്ചൊരു വീഡിയോസാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. നമ്മളൊരു പേഴ്സണലായിട്ട് ജീവിതത്തിൽ എന്ത് മനോഹരമായ ഒരു ദിവസം ഉണ്ടെങ്കിലും നമ്മളത് ഓർത്ത് വെക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കൂലേ. അങ്ങനെ ഞാൻ എൻ്റെ ഫോണിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. വീഡിയോയിലൊന്നും പബ്ലിഷ് ചെയ്യാനാവില്ല. നമ്മളൊരു സന്തോഷം നമ്മളെ മനസ്സിൽ അല്ലേ ഒരു മെമ്മറി എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ ഞാൻ എന്തൊരു കാര്യമാണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി ഇത് പറയൽ തുടങ്ങിയിട്ട് ഇത് ഫോൺ ഹാങ് ആകുന്നുണ്ട് ഡിലീറ്റ് ആക്കട്ടെ ഞാനിതിങ്ങനെ ചോദിക്കണ്. അപ്പം ഞാൻ ഓനെ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഓൻ പറയാം നിങ്ങളൊന്ന് വീഡിയോസിൽ പബ്ലിഷ് ചെയ്താളി അത് എന്നും നമുക്ക് ഓർത്ത് വെക്കാനുണ്ടാവുമല്ലോ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലെ നമ്മൾ എന്നും ഓർത്ത് വെക്കും. അല്ലെങ്കിൽ നമ്മളത് ഫോണിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കൂലേ. അപ്പം അത് ഡിലീറ്റ് ആക്കുകയാണിപ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ ഇത് വരണമെന്ന് അതൊന്നും പബ്ലിഷ് ചെയ്താളി അതവിടെ കിടക്കുമല്ലോ എന്ന് കരുതി. എന്താ ഇപ്പം എത്ര സന്തോഷത്തിൽ പറയണത്. ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണതാണ് കാണണതാണ്. ഇതൊക്കെ ഉണ്ടാവും ചില കമൻറ്റുകളിലെ. പക്ഷേ എൻ്റെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളൊരു ജീവിതം വെച്ച് നോക്കുമ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് നേർക്ക് മനസ്സിലാവും ഇത് പാത്തോനും മക്കൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഭൂതിയായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് അല്ലേ തിന്നാനും കാണാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷെ നമ്മളെ സാമ്പത്തിക സ്ഥിതി പോവാൻ കഴിയാത്തൊരവസ്ഥ ഇതൊക്കെ വളരെ മോശമായ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നിരുന്നത് കേട്ടോ. ഇപ്പം ഈ ലേഹ്യം കാര്യങ്ങളൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട് കാര്യങ്ങളിലൊക്കെ ഉണ്ട്. കുട്ടികൾ എന്നും പറയും പണ്ടെങ്ങോ എടുത്ത് വെച്ച ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ പബ്ലിഷ് ചെയ്യണത്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇത് മഞ്ഞാണ് കേട്ടോ മക്കളെ. ഇതിൻ്റെ ഉള്ളിലൊരു കൂടാരാണ്. പോയോലക്കൊക്കെ അറിയാം. കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. കോട്ടൊക്കെ ഇട്ടുകാണ്ട് മഞ്ഞുമലയിൽ കഴിയണ പോലെ 1-2 മണിക്കൂറാണ് അവർ പറയണത് കേട്ടോ. പക്ഷെ അത്ര നേരം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കൂല. അരമണിക്കൂറൊക്കെ നിൽക്കുള്ളൂ. ഭയങ്കര തണുപ്പായാലും കുട്ടികൾക്കൊരു പുതിയ അനുഭൂതി. അമ്മക്കിപ്പോൾ കാശ്മീരും ബംഗ്ലാവും അതുപോലെ ദൂരെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാനും പോവാനൊന്നും കഴിയില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടാകുമ്പോൾ നമുക്കില്ലേ ഭയങ്കര മനോഹരമായിരിക്കും. കുറച്ച് കാലം മുന്നിലെ വീട്ടിൽ അടച്ചിട്ട് എൻ്റെ മക്കൾ പുറം ലോകം കാണില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കേൾക്കുമ്പോൾ അധികം ആളും കരുതുമ്പോൾ എന്താ ഈ പറയണതെന്ന് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ നമ്മളെ വീഡിയോസ് അന്ന് മുതലേ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അന്നേ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ ഒരു കൈ കൊടുത്താൽ കയറി വന്ന് ഉയരങ്ങളിലെത്തണ എത്ര മനുഷ്യന്മാരുണ്ടെന്ന്. ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ ആ ഒരു ദിവസങ്ങളിലെ നിങ്ങൾ ഓർക്കണുണ്ടാവൂലേ അന്നത്തെ കോലം ഇന്നത്തെ കോലമൊക്കെ. എൻ്റെ ആ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കലില്ല കേട്ടോ. എപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ട്. എല്ലാവരും മുഖവും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പ്രാർത്ഥനയിലും ഉണ്ട്. പിന്നെ അന്ന് അങ്ങനെ ഒരു കൂട്ടുകാരില്ലോണ്ട് എൻ്റെ കൈ പിടിച്ച് വന്നത് സിലൂട്ടേക്കായിരുന്നു കേട്ടോ. കൂട്ടിന് നിങ്ങളും കൂടെ നിന്നപ്പോഴേ ഏറ്റവും മനോഹരമായിട്ടോ നമ്മളെ ജീവിതം അങ്ങനെയാണല്ലേ. എൻ്റെ ജീവിതം അറിയാത്തവർക്ക് ചെറിയൊരു പാഠത്തിൽ പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ അല്ലേ. ഇപ്പം ഇത്രയൊക്കെ എത്തി നിൽക്കണുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ട് അത് എന്നും ഞാൻ ഓർത്ത് വെക്കലുണ്ട് കേട്ടോ. ഒരുപാട് നല്ല മനുഷ്യന്മാർ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ഉൾക്കണ്ണിലുണ്ട് കേട്ടോ. അവരൊക്കെ എന്നും അന്നും ഇന്നും എന്നും ഉണ്ട്. അവർക്കൊക്കെ അറിയായിരുന്നു ഒരു കൈ കൊടുത്താൽ കയറി വരാനുള്ളൂ നമ്മളെയൊക്കെ ജീവിതം എന്ന്. പക്ഷേ എല്ലാവർക്കും ഇപ്പം അതങ്ങനെ കിട്ടലില്ല അല്ലേ. പക്ഷേ അന്നും ഇന്നും ബഹുമാനത്തോടും സ്നേഹത്തോടും ഒക്കെ എനിക്ക് വിളിക്കണ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ചളിക്കുയിൽ നിന്നെ ഉയർത്തിപ്പിടിച്ച ആളുകൾക്കൊക്കെ അറിയാം കേട്ടോ. അധ്വാനിക്കാന്നുള്ള നല്ലൊരു മനസ്സുണ്ട്. ഉയരങ്ങളിലെത്തും, മക്കളെയൊക്കെ പൊന്നു പോലെ വളർത്തും. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണോണ്ട് തന്നെയാണ് അല്ലേ അന്നിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് നിന്നതും. അപ്പം ഇങ്ങനെയൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞതും അതും നല്ല രീതിയിൽ എന്തിനും സപ്പോർട്ടിന് നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളൊരു
ധൈര്യമാണ് കേട്ടോ. പിന്നെ നമ്മളെ ലേഹ്യം കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ പോണു കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി കേട്ടോ. നല്ല ലേഹ്യമാണ് നമ്മളെ ഇച്ചുമാനോട് സ്നേഹം. ഇന്നിപ്പോൾ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ. എന്താ ചെറുപയർ പരിപ്പിൻ്റെ പായസം കേട്ടോ. ഇത് എനിക്ക് സ്ഥിരം പരിപാടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മക്കളെ. ഇവിടെ കുട്ടികൾക്കും ഇഷ്ടമാട്ടോ. തേങ്ങാപ്പാലൊക്കെ ഇട്ടുകാണ്ട് അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെയാണ് നമ്മളെ ജീവിതം മനോഹരമാകണത് അറിയാം. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കടന്നു പോരുമ്പോഴല്ലേ തിന്നല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയല്ല. നാളെ നേരം വെളുത്താൽ എന്താ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ആലോചിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളാണ് വരുന്നത്, മക്കൾക്ക് വസ്ത്രം വേണ്ടേ. പക്ഷേ അന്നും ഇന്നും പടച്ച റബ്ബിലെ നല്ല മനസ്സിലെ മനുഷ്യന്മാരെ കൂടെ പടച്ച റബ്ബ് ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് അത്രയും ഞാൻ കരുതലുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യണ പ്രവൃത്തികൾ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ, നമ്മളെ ഉമ്മമാർ എത്ര ദാരിദ്ര്യത്തെ ആയാലും നമ്മളെ ഉമ്മമാരെ നമ്മൾ നോക്കണം, നമ്മളെ ഉപ്പമാരെ നമ്മൾ നോക്കണം. നമുക്ക് കഴിയില്ല എന്ന് കരുതി കണ്ട് നമ്മൾ മാറി നിൽക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വിജയങ്ങൾ കേട്ടോ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ പിടിച്ച് നിൽക്കണം. അന്നൊക്കെ അല്ലേ ഞാൻ കരഞ്ഞ വീഡിയോസ് ഇട്ട ദിവസങ്ങളുണ്ട്. അപ്പം എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ ഇപ്പം അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചൊക്കെ പിഴവുകൾ ഉണ്ടാവൂലേ, ആ പിഴവും നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ അന്നും ഇന്നൊക്കെ അങ്ങനെ ആയിപ്പോയത് നമ്മളെ ജീവിതം. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ പാകമല്ലത് നമ്മൾ ഒപ്പിച്ചു കൂട്ടി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുക. അതൊക്കെ തന്നെയാണ് മക്കളെ ജീവിതം. കുറേ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടും ദാരിദ്ര്യമായിട്ടും അസുഖം കൊണ്ടൊക്കെ പഠിച്ചോ നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കണ്ട് എൻ്റെ വീഡിയോസ് പഴയതൊക്കെ കാണുമ്പോഴേ ഇത്തങ്ങളിപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാലും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലും പിടിച്ച് നിന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമുക്കൊരു മനസ്സ് റബ്ബ് തരുന്നതാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നല്ല ക്ഷമയോടുകൂടി ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോട്ടെ, എന്നാലും നമ്മളെ മനസ്സിലെ റബ്ബ് നമ്മളെ മനസ്സിലേക്കാണ് നോക്കുന്നത് കേട്ടോ. നമ്മളെ പ്രവൃത്തിക്കും നമ്മളെ മനസ്സിക്കുമാണ് കൂടുതലായിട്ട് റബ്ബ് നോക്കുന്നത്. അപ്പം അതിനുള്ള റഹ്മത്തും ബർക്കത്തും റബ്ബ് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പല രീതിയിലും നമ്മളെ റബ്ബ് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് കോള് വന്നിട്ടുണ്ട് ഇതുപോലെ ഇടങ്ങേറാണോ ഒക്കെ. അപ്പോൾ ശരിയാവും, നമ്മൾ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ എപ്പോഴും ജീവിക്കുന്നത്. ഫുള്ള് സപ്പോർട്ടായിക്കാണ്ട് എല്ലാതും ക്ലിയർ ആയിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം ഈ ഉണ്ടാക്കിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇത്തിരി ഉപ്പ് കൂടിയോ സംശയമുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ പായസമൊക്കെ, ഞാൻ ഉപ്പിടും കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ പായസത്തിലും അണ്ടിപ്പരിപ്പും നെയ്യും തേങ്ങാപ്പാലൊക്കെ കൂടി നല്ല രസമുള്ള ജീവിതമാണെങ്കിലും ഇത്തിരി ഉപ്പ് കൂടി. അപ്പോൾ എല്ലാം തേഞ്ഞിട്ട് എല്ലാം കൂടി നടക്കൂല. എല്ലാം കൂടി നമുക്ക് തേഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചോൻ നമ്മൾ മറക്കൂലേ. അതേപോലെയാണ് നമ്മളെ ജീവിതം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സുഖം പഠിച്ചോൻ നമുക്ക് തരൂലാന്ന്. ഒന്ന് നമുക്ക് നേരായി തന്നാൽ ഏതെങ്കിലും വൈക്ക് നമുക്ക് പഠിച്ചോന് ചെറുതായിട്ട് നമ്മൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതെന്താ നമ്മൾ പഠിച്ചോനെ മറക്കാക്കാനും വേണ്ടിയിട്ടാട്ടോ. ഇത്രയല്ല മനോഹര ജീവിതം നമുക്ക് കിട്ടിയെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കേട്ടോ ഇത്തിരി ഉപ്പ് കൂടിയോണ്ട് കണ്ടില്ല നിങ്ങൾ, അതിനൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എൻ്റെ ജീവിതം കേട്ടോ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവല്ലേ. അപ്പം മൗനം